ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഡൊമിനിക് സാവിയോ ഹ്രസ്വമായ ജീവിതത്തിനു ശേഷം കൗമാരപ്രായത്തിൽ മരിച്ച് കത്തോലിക്ക സഭയിലെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ ഡൊമിനിക് സാവിയോ 1842 ഏപ്രിൽ 2 ഉത്തര ഇറ്റലിയിലെ മുരിയാൾഡോ എന്ന സ്ഥലത്ത് ജനിച്ചു. ദരിദ്രരായ ബ്രിഡ്ജിഡും ചാൾസ് സാവിയോയുമായിരുന്നു മാതാപിതാക്കൾ. കൊച്ചു ഡൊമിനിക്കിന് വിശുദ്ധ ജീവിതത്തിന് പശ്ചാത്തലമൊരുക്കിയത് സ്വന്തം വീടും ഇടവക ദേവാലയവുമായിരുന്നു. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ആദ്യത്തെ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു വിശുദ്ധ ഡൊമിനിക് സാവിയോ. അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹവും മാതാവിനോടുള്ള ഭക്തിയും ആഴമായി വളരുവാൻ വിശുദ്ധ ഡോൺ ബോസ്കോ സഹായിച്ചു. എന്നും അതിരാവിലെ 5 മണിക്ക് ദേവാലയത്തിൽ പോകും. അൾത്താര ബാലനായി ദിവ്യബലിയിൽ സംബന്ധിക്കും. അതിനുശേഷം ഏറെ നേരം പ്രാർത്ഥനയിൽ മുഴുകും. മഴയോ മഞ്ഞോ വെയിലോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഈ ദിനചര്യയിൽ മാറ്റം വരുത്തിയില്ല. വിശുദ്ധ ഡൊമിനിക് സാവിയോ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ വേഗം വളർന്നു. ഭാവി കാര്യങ്ങൾ പോലും പ്രവചിക്കാൻ തക്ക പക്വത ലഭിച്ചു. പോപ്പ് പയസ് 10 ഇപ്രകാരം പറഞ്ഞു: മാമോദീസായിലൂടെ ലഭിച്ച വിശുദ്ധിയും നിഷ്കളങ്കതയും ഒളിമങ്ങാതെ അവസാനം വരെ കാത്തുസൂക്ഷിച്ച ഈ ബാലൻ യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധൻ തന്നെ. 15-ാം വയസ്സിൽ ആധ്യാത്മിക ജീവിതത്തിൽ പൂർണ്ണ വളർച്ച നേടിയ ഡൊമിനിക് തൻ്റെ ദിവ്യകാരുണ്യ സ്വീകരണ വേളയിൽ എടുത്ത 4 പ്രതിജ്ഞകൾ എക്കാലത്തെയും യുവത്വത്തിന് നൽകുന്ന മാർഗദർശനമാണ്. ഞാൻ കൂടെ കൂടെ കുമ്പസാരിക്കും. തിരുനാൾ ദിനങ്ങൾ വിശുദ്ധമായി ആചരിക്കും. ഈശോയും മാതാവുമായിരിക്കും എൻ്റെ സ്നേഹിതർ. പാപം ചെയ്യുന്നതിനേക്കാൾ മരണമാണ് ഭേദം. ഒരു വിശുദ്ധനാകണമെന്നുള്ള അതിയായ മോഹം ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന വിശുദ്ധ ഡൊമിനിക് സാവിയോ 1857 മാർച്ച് 9 സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തു. യുവാക്കൾക്കെന്നും മാതൃകയും ഉത്തേജനവുമായിട്ടാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോയെ തിരുസഭ നാമകരണം ചെയ്തിരിക്കുന്നത്. ആമേൻ.